രുക്മിണി സ്വിച്ച് അവിടെയുണ്ട്. അമ്മേ, നല്ല വീടമ്മേ. ചുവന്ന ബാഗ് എവിടെ? ഞാനെടുത്തില്ല. അമ്മ അമ്മേ, ഈ മുറി എനിക്ക് വേണമേ. ഒന്ന് പതുക്കെ കിടന്ന് വിളിച്ച് കൂവന്റെ കാർത്തി. പൊട്ടുന്ന സാധനങ്ങളൊക്കെ ഉണ്ടത്. എന്താ തണുപ്പ്! പൈപ്പിലെ വെള്ളത്തിന് ഈ തണുപ്പായപ്പോ കിണറ്റിലെ വെള്ളം എങ്ങനെ ഇരിക്കും? അതിന് കിണറവിടെ? നീ കണ്ടില്ലല്ലേ, നമ്മൾ കേറുന്നതിന്റെ നേരെ വടക്ക് വശത്ത് കിണറല്ലേ. ഈ ലൊക്കാലിറ്റിയിൽ ആകെ ഉള്ള ഒരു കിണറാ. തിരുവനന്തപുരത്തുകാർ മുഴുവൻ വെള്ളത്തിന് ബുദ്ധിമുട്ടിയാലും നമുക്ക് പഞ്ഞം വരികയില്ല. നീ ഇരിക്കും. ഇനി പറ, എങ്ങനെയുണ്ട് വീട്? എനിക്കിഷ്ടായച്ചാ. നമ്മൾ ഇതുവരെ താമസിച്ചാലും നല്ല വീട്. നീ എന്ത് പറയുന്നു മോളെ? ഇവിടെ വെറുതെ മണിയടിക്കാൻ പറയുവോ? ഓരോ വീട്ടില് താമസം തുടങ്ങുമ്പോഴും ഇവിടെ ഇങ്ങനെ എന്നെ പറയാറ്. പത്തനാപുരത്ത് നമ്മൾ താമസിച്ചിരുന്ന വീടിന്റെ അത്രയും രസമില്ലത്. അത് പിന്നെ ആ വാടകയ്ക്ക് അത്രയും വലിയൊരു വീട് തിരുവനന്തപുരത്ത് കണി കാണാൻ പറ്റുമോ? ഇത് തന്നെ ആ വർമ്മ ഒരൊറ്റ ഒരാളുടെ സ്വാധീനം കൊണ്ട് കിട്ടിയതല്ലേ. ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചു, ആരേ വർമ്മ? എടി, ജൂനിയർ എഞ്ചിനീയർ ഹരിദാസൻ നായരുടെ ഫ്രണ്ട് ഒരു വർമ്മയെ പറ്റി ഞാൻ പറഞ്ഞിട്ടില്ലേ? നമ്മൾ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയപ്പോ കക്ഷി ഒരു സഹായിയായി. അല്ലെങ്കിൽ പിന്നെ 500 രൂപയ്ക്ക് ഇത്രയും സൗകര്യം വീട് കിട്ടുമോ? അതും ഫുള്ളി ഫർണിഷ്ഡ്, ഫ്രിഡ്ജ് വരെ. അച്ഛൻ എന്റെ കോളേജിലേക്ക് എന്ത് ദൂരമുണ്ട്? ജംഗ്ഷനിൽ നിന്ന് 70 പൈസ. സിറ്റിയിലെ നമ്പർ 1 കോളേജാ. അഡ്മിഷൻ കിട്ടിയതും വർമ്മ ഒരൊറ്റ ഒരാൾ കാരണം. അച്ഛാ, എന്റെ സ്കൂളോ? നിന്റെ സ്കൂളും നല്ല സ്കൂള് തന്നെ. കഴിഞ്ഞ 3 വർഷമായിട്ട് സ്റ്റേറ്റിൽ ഫസ്റ്റ് റാങ്ക് നിന്റെ സ്കൂളിനാ. നിന്റെ യൂണിഫോം ഒക്കെ ഇടയ്ക്ക് വെച്ചിട്ടുണ്ട്. ആഹാരം കഴിഞ്ഞ് എല്ലാവരും മുമ്പിൽ വന്നിരിക്കണം. അച്ഛന് കുറച്ച് സംസാരിക്കാനുണ്ട്. രുക്മിണി, രുക്മിണി. ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ എനിക്കിപ്പോഴും പറയാനുള്ളൂ. അങ്ങനെ നമ്മളൊരു പുതിയ ജീവിതം ആരംഭിക്കുകയാണ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ എന്നാണ്. രുക്മിണിയോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാ ചെലവിന്റെ കാര്യം. ഞാൻ എന്ത് അധിക ചെലവ് നടത്തുന്നുവെന്നാ അച്ചോട്ട് നീ പറയുന്നത്? നിന്നെ കുറ്റപ്പെടുത്താൻ അല്ല രുക്മിണി ഞാൻ പറഞ്ഞത്. നിങ്ങൾ എല്ലാവരും കൂടെ ഒത്തുപിടിച്ചാലേ എനിക്ക് ഈ വണ്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. പത്തനാപുരം പോലെ അല്ല തിരുവനന്തപുരം. ഇവ എല്ലാത്തിനും തീ പിടിച്ച വിലയാ. ഇനി നിന്നോട്, നീ പ്രായമായ ഒരു പെണ്ണാണ്. സിറ്റിയിലെ കോളേജ് ആകുമ്പോ കുറച്ചൊക്കെ അഴിഞ്ഞാട്ടം കൂടും. ഒരു പെൺകുട്ടിക്ക് അവളുടെ സ്വഭാവമാണ് പ്രധാനം. പിന്നെ വെറുതെ പഠിച്ച് പാസ്സായതുകൊണ്ട് ഇന്നത്തെ കാലത്ത് ഒരു പ്രയോജനമില്ല മോളെ. ഫസ്റ്റ് ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ് ആയിട്ട് പാസ്സായെങ്കിൽ മാത്രമേ ഇനിയുള്ള കാലത്ത് എന്തെങ്കിലും ഗതിയുള്ളൂ. എനിക്ക് എല്ലാ പരീക്ഷയ്ക്കും ഫസ്റ്റ് ക്ലാസ് ഇല്ലേ അച്ഛാ? മോളെ, നീ പാസ്സായിട്ടില്ലെന്നല്ല അച്ഛൻ പറഞ്ഞത്. പക്ഷെ ഒന്ന് നീ ഓർക്കണം, പത്തനാപുരം പോലല്ല തിരുവനന്തപുരം. ഇനി നിന്നോട്, നീ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. നിന്നോട് അച്ഛന് പറയാനുള്ളത് എന്താണെന്നറിയാമോ? പത്തനാപുരം പോലെ അല്ല തിരുവനന്തപുരം. പോയി കിടന്നുറങ്ങ. 5 മണിക്ക് വിളിക്കും. അച്ഛാ, ഈ ചേച്ചി എന്നോട് മിണ്ടുന്നില്ല. തുടങ്ങിയോ? കൈ കൊടുക്കരി, ഷേക്ക് ഹാൻഡ് കൊടുക്ക. പൊക്കോ.
അച്ചോട്ടെ, ആ പത്തനാപുരം പോലെ അല്ല തിരുവനന്തപുരം എന്നല്ലേ പറഞ്ഞത്? അതെ. ഞാൻ പിള്ളേരെ ഒന്നുകൊണ്ടാ പറയാതിരുന്നത്. നീ എന്താ ഉദ്ദേശിക്കുന്നത്? എത്ര പേരുമായി പിണങ്ങി അവിടുന്ന് പോന്നത്? അതിവിടെ ഉണ്ടാവരുത്. അച്ചോട്ടൻ ഒരു കാര്യം മനസ്സിൽ വെക്കണം, നമുക്കെല്ലാവരും വേണം, ആരെയും നമുക്ക് വെറുപ്പിക്കണ്ട. ആ കൈയെടുക്കണ്ട കാർത്തി. തിരുവനന്തപുരത്തും ഇതിന്റെ ആവശ്യമുണ്ടോ? നിനക്കത് പറയാം. എനിക്കൊരു മോനെ നീ തന്നിരുന്നെങ്കിൽ ഇതിന്റെ ഒന്നും ഒരു കാര്യവുമില്ല. എനിക്ക് 2 പെമ്മക്കളാ. തിരുവനന്തപുരം അല്ല വൈകുണ്ഠമായാലും ഒരാവശ്യം വന്നാൽ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. നീ കിടന്നോ? ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. എന്റെ അച്ചോട്ടാ, ഇത് എത്ര തവണ കേട്ടതാ? ഇതങ്ങനല്ല. നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ, നമ്മുടെ വീടിന്റെ പ്ലാനിനും ഈ വീടിനും ഒരുപാട് സാമ്യമുണ്ട്. ദാ, ഉദാഹരണമായിട്ട് കേറിയാൽ ഉടനെ ഇവിടെ ആയിട്ട് കിണർ നമ്മുടെ പ്ലാനില്. അതുപോലെ തന്നെയാ കിണർ ഇവിടെ. കേറുമ്പോ ആദ്യം വരാന്ത, ഹാള്, സൈഡിലുള്ള ബെഡ്റൂം എല്ലാം ഒരുപോലെ തന്നെയാ. ഈ കിച്ചന്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ കുറച്ച് വ്യത്യാസം. അതെന്താ നീ ചിരിച്ചു കളഞ്ഞത്? ഞാനൊന്ന് ചോദിക്കട്ടെ, കഴിഞ്ഞ 2 വർഷമായി ഈ പ്ലാൻ നമ്മുടെ റെഡിയാണല്ലോ. ഇതൊന്ന് പണിഞ്ഞു തീർക്കാൻ എത്ര രൂപ വേണ്ടി വരും? നീ അങ്ങനെ ഓരോന്നായിട്ട് ചോദിക്കടി. നീ അങ്ങനെ ചോദിക്കുന്ന എനിക്കിഷ്ടം. ഇപ്പോ ഇതെല്ലാം കൂടി 2200 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. എങ്ങനെ ചെക്കിപ്പിഴിഞ്ഞാലും ഒരു 4 ലക്ഷം രൂപ വേണ്ടി വരും. നമുക്ക് ബാങ്കിൽ എന്തുണ്ട്? 4000 രൂപ. നീ ചിരിക്കണ്ടടി, ഞാൻ ഉണ്ടാക്കും. നീ കൂടെ ഒന്ന് ഒത്തുപിടിച്ചാൽ എന്റെ ഷഷ്ടിത്വ പൂർത്തിക്ക് മുമ്പാണെങ്കിലും ഞാൻ ഉണ്ടാക്കും. താഴത്തെ നില അശ്വതിക്ക്, മുകളിലത്തേത് കാർത്തികയ്ക്ക്, കിളവനും കിളവയ്ക്കും കൂടെ ഒരു സൈഡ് റൂം. നമ്മൾ ജീവിക്കുമെടി. നിങ്ങൾ മിണ്ടായിരുന്നിട്ട് കാര്യമില്ല. എനിക്ക് സമാധാനം കിടന്ന് ഉറങ്ങണം. ഞാൻ ഒരു കുടുംബമായിട്ട് താമസിക്കുന്ന ആളാ. നിങ്ങൾ ഇവിടുത്തെ വാരനായതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഇത് പറയാൻ പറ്റൂ. പിള്ളേരുടെ കൂവലും ബഹളവും കാരണം ഇന്നലെ രാത്രി സ്വസ്ഥത ഉണ്ടായില്ലെന്നല്ലേ പറഞ്ഞത്? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിപ്പോ ലേശം കൂവല് കേട്ടാലേ ഉറക്കം വരുമെന്നായിട്ടുണ്ട്. അത് നിങ്ങളുടെ പ്രശ്നം. പക്ഷെ ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ ഞാൻ വേണ്ടടുത്ത് ബോധിപ്പിക്കും. സാർ എന്ത് വേണമെങ്കിലും പറഞ്ഞാട്ടെ. ഒരു കൂവല് കേട്ടെന്ന് കരുതി ഞാൻ ആരുടെ പുറകെ പോകാനാ? ഇവിടെ യൂണിവേഴ്സിറ്റി കോളേജ്, ആർട്സ് കോളേജ്, ലോ കോളേജ്, ഹോമിയോ കോളേജ്, മിക്കവാറും എല്ലാ കോളേജിലെയും പിള്ളേരുണ്ട്. ഇവരിൽ ആരെന്ന് കരുതിയാ? ഞാൻ ഈ ഗതികെട്ട കസേരയിൽ ഇരിക്കുന്നത് എന്റെ കുടുംബം നോക്കാൻ വേണ്ടിയാ. പിന്നെ ഈ പ്രായത്തിലെ പിള്ളേരാകുമ്പോ ലേശം ഒന്ന് കൂവി പോകുമെന്ന് വെച്ചോളൂ. അത് നമുക്ക് രസിക്കാൻ പറ്റാത്ത നമ്മുടെ പ്രായത്തിന്റെ തകരാറ് അല്ല, തന്തയ്ക്ക് പറക്കാത്തതിന് തകരാറാ.
അച്ചോട്ടൻ രാവിലെ എവിടെ പോയതാ? ഞാനും ഈ പരിസരമൊക്കെ ഒന്ന് കാണാൻ പോയതാ. ഞാൻ നിന്നോട് എന്തോ ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചല്ലോ. ആ വാ. ഓ, എവിടെ തിരിഞ്ഞാലും യവന്മാരുണ്ടല്ലോ. അച്ചോട്ടൻ എന്ത് വേണം? അവരവിടെ ഇരുന്നോട്ടെ. ആ പോട്ടെ. ഈ കഥകിന്റെ തീരെ ബലം പോരാ. ഇന്നലെ ഞാൻ ശ്രദ്ധിച്ചതാ. ഇതൊന്ന് മാറ്റാൻ പറയണം. രാത്രി കണ്ട പോലുള്ള മതിപ്പ് രാവിലെ തോന്നുന്നില്ല. അത് പിന്നെ അങ്ങനെയാണല്ലോ എല്ലാം. എങ്ങനെ എങ്ങനെ? എന്താ? ഞാൻ പറയുമ്പോ അന്ധവിശ്വാസമാണെന്ന് പറയും. ഇപ്പൊ കണ്ടില്ലേ, ഈശ്വരാനുഗ്രഹമുള്ള വീടായത്. ബോധയില്ലേ? എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കുമ്പോ ആകാശത്ത് പരുന്തിനെ കണ്ടാൽ അത് ദൈവാനുഗ്രഹമുള്ള തീരുമാനമാണെന്ന് അർത്ഥം. ഓ, അതാ പറഞ്ഞു. ഓ, രുക്മിണി, ടൗൺ ആയോണ്ട് പറയുക, തട്ടിപ്പും കള്ളത്തിലൊക്കെ കൂടും. ആര് വന്നാലും നീ കഥ ഓർക്കണ്ട. വൈകിട്ട് 5 മണിക്കാൻ എത്തും, എന്നിട്ട് വരാൻ പറയാം. മനസ്സിലായോ? നിങ്ങൾ ഇതിന്റെ സമയത്തെത്തും, അച്ഛൻ ആഫീസിൽ താമസിക്കുകയും ചെയ്യും. അച്ഛ വരൂ, നമുക്ക് പോവാം. ഫോൺ ഇൻസ്റ്റാൾ ചെയ്യാണ്. അദ്ദേഹം 5 മണിക്കേ വരൂ, എന്നിട്ട് വന്നാ മതി. ഇവർക്ക് ഇത്ര അത്യാവശ്യം ഇല്ലെങ്കിൽ ഓഫീസിൽ ആർക്കായിരുന്നു ഇത്ര വലിയ കഴപ്പ്? പോട്ടിയല്ലപ്പാ, കളയുന്നു. അടുത്ത വീട്ടിലെയാ, പുതിയ താമസക്കാരെയൊക്കെ ഒന്ന് കാണാൻ വന്നതാ. പേര് മേരിന്നാ. എല്ലാരും വിളിച്ചു വിളിച്ചിപ്പം മറിയ ചേട്ടത്തിയായി. വരൂ. ഞാൻ കാപ്പി കൊണ്ടുവരാം. അതിരിക്കട്ടെ കുഞ്ഞെ, ഈ വീടേ കിട്ടിയുള്ളോ നിങ്ങൾക്ക് താമസിക്കാൻ? എന്താ? അയ്യോ, ഇതിന് ചുറ്റും കുരങ്ങന്മാരില്ലയോ താമസം? കോളേജ് പിള്ളാരെ രാത്രിയാവുമ്പോ തുടങ്ങും കഴുതയുടെ ശബ്ദം, പട്ടിയുടെ ശബ്ദം. ഇതിനു മുമ്പ് താമസിച്ചിരുന്ന വക്കീലും ഭാര്യയും സഹി കെട്ട് സ്ഥലം വിട്ടതാ. വക്കീലിന്റെ ഭാര്യ പുറത്തിറങ്ങാൻ കാത്തിരിക്കും, അല്ല അനാവശ്യം വിളിച്ചു പറയാൻ. എന്ന് കരുതി മോള് വിഷമിക്കണ്ട, നമ്മള് കണ്ടില്ലെന്ന് നടിച്ചങ്ങ് നടന്നേക്കണം, അത്ര തന്നെ. എന്തായി? അച്ചുവേട്ടൻ നല്ല ആളാ. നാരങ്ങ ഉണ്ടായിരുന്നത് ഭാഗ്യം. നീ എന്താ അങ്ങോട്ടൊന്നും സംസാരിക്കായിരുന്നേ? എനിക്കറിയാം, അച്ചുവേട്ടൻ ഞാൻ ആരോട് സംസാരിക്കുന്ന ഇഷ്ടമല്ലെന്ന്. ഇതങ്ങനെയല്ല. എ ജെന്റിൽമാൻ, റോയൽ ഫാമിലിയാ, എല്ലാറ്റിനും ഒരു ഉപകാരി. ചേച്ചി, ആ വന്നിരിക്കുന്ന ആൾ ആരാ? അറിഞ്ഞിട്ട് നിനക്കെന്ത് വേണം? ഓ, എന്തൊരു നിറം! കൊച്ചാണെങ്കിലും
താങ്ക് യു. കുടുംബമൊക്കെ? ഞാനിവിടെ മിസസ് നൈജീരിയൽ ടീച്ചറാണ്. 2 മക്കൾ, ഒരാണും ഒരു പെണ്ണും. അവരെ ഊട്ടി ബോർഡിങ്ങിലാ. അപ്പൊ ഇവിടെ ഒറ്റയ്ക്കാ? ഒറ്റയ്ക്കല്ലല്ലോ, നാട്ടുകാർ മൊത്തമില്ലേ. സാമൂഹ്യ സേവനമാണ് തൊഴിൽ. ഭാര്യ മടങ്ങിയെത്തിക്കഴിഞ്ഞാൽ ലേശം രാഷ്ട്രീയാവുന്നുണ്ട്. പക്ഷെ അതിനു മുമ്പ് കയ്യിൽ കാശ് കരുതണമല്ലോ. പിള്ളേരെവിടെ? കാർത്തിക, അശ്വതി, പഠിത്തമാ. ഒരു ചോടുണ്ടല്ലോ പഠിക്കാൻ. ഇത് മൂത്താള്, ഇത് കാർത്തിക. അങ്കിളിന് ഗുഡ് ഈവനിങ് പറ. ഗുഡ് ഈവനിങ് അങ്കിൾ. ഗുഡ് ഈവനിങ്. എന്നാ ഞാൻ ഇറങ്ങട്ടെ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണം. വരട്ടെ. എടി ഫോണും തൂക്കി പിടിച്ച് നിൽക്കുന്ന കാണുമ്പോഴേ വിചാരിക്കണ്ടേ അത് ടെലിഫോൺകാരാണെന്ന്. ഓഫീസ് ഫോണാണെങ്കിൽ ആ വർമ്മ എന്ത് കഷ്ടപ്പെട്ടിട്ട് കണക്ഷൻ ചെയ്തെന്നറിയോ? അത് നശിപ്പിച്ചു. ഓ, ഈ അച്ചുവേട്ടന്റെ ഒരു സ്വഭാവം. വേണ്ട, നീ ഒന്നും പറയണ്ട. സാക്ഷിയുണ്ട്. കാർത്തി, കാർത്തി മോളെ, അച്ഛൻ എന്താ രാവിലെ അമ്മയോട് പറഞ്ഞത്? ടെലിഫോണുമായിട്ടൊരാൾ വന്നാൽ അകത്ത് കയറ്റരുത് എന്ന് അച്ഛൻ പറഞ്ഞോ? എന്ന് പറഞ്ഞില്ല, ആ പക്ഷെ ആര് വന്നാലും കയറ്റരുതെന്ന് പറഞ്ഞു. പൂഴിപ്പുറത്ത് ആരോട് ചോദിച്ചോണ്ടാ താനോട് ഒന്ന് വെള്ളം കോരുന്നത്? ഹോസ്റ്റലിൽ വെള്ളമില്ലാത്തപ്പോ ഞങ്ങൾ ഇവിടെ വന്നാ കുളിക്കാറ്. അതൊക്കെ പണ്ട്. ഇപ്പോ ഞാനും എന്റെ കുടുംബമാണ് ഇവിടെ താമസിക്കുന്നത്. ഇത് അവസാനത്തെ കുളിയായിട്ട് കരുതിക്കോണം. വേഗം തോന്നിട്ട് പോ.